ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയായിരിക്കാം. നമ്മൾ ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ പെറ്റിഷൻ ദൈവത്തോട് പറയുമ്പോൾ, ആ നീഡ് നമ്മൾ പറയുമ്പോൾ, കംപ്ലൈൻ്റ് ആയിട്ടല്ല, അത് നമ്മുടെ ആവശ്യം അത് പറയുമ്പോൾ, നമ്മളത് ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നല്ലതും ചീത്തയും വശങ്ങളും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം തന്നെ ദൈവത്തിന് അറിയാം നിനക്കത് വേണോ വേണ്ടെന്നുള്ളത് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ചിലപ്പം ആ പ്രയറിന് ചിലപ്പം ദൈവം മറുപടി തരൂല. മറുപടി തന്നില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തെ അറിയിച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് നല്ലതാണെങ്കിൽ നമുക്ക് തരും എന്ന് വിശ്വസിക്കുക. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു സംഭവം ക്രിസ്ത്യൻ ലൈഫിലില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലുണ്ട്. ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ നമുക്ക് ഡോക്ടറെ കാണിക്കണം, പെട്ടെന്ന് ചികിത്സ വേണം. അതേപോലെ അത് ഒരു എമർജൻസി സിറ്റുവേഷനാണ്. നമുക്കിപ്പോൾ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആളുകൾ രക്ഷപ്പെട്ടു പോകണം, അതൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻ. പക്ഷേ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞൊരു ലോങ് എന്താ പറയുക, ഒരു ലോങ് സത്യമാണ്. നമ്മൾ ഒരുപാട് ക്ഷമ അതിൽ കണ്ടെത്തണം. റിലേഷൻഷിപ്പാണെങ്കിലും, ക്രിസ്ത്യൻ റിലേഷൻഷിപ്പാണെങ്കിലും, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പാണെങ്കിലും, ക്രിസ്ത്യൻ ലൈഫാണെങ്കിലും അത് പെട്ടെന്ന് ഉണ്ടാകുന്ന സംഭവമല്ല. അത് വളരെ സമയമെടുത്തിട്ടുണ്ടാകുന്നതാണ്. ബൈബിളിൽ തന്നെ 66 പുസ്തകങ്ങളുണ്ട്. 40 ആൾക്കാർ എഴുതിയതാണ്, പലതരത്തിലുള്ള ആൾക്കാർ എഴുതിയ. ബൈബിൾ എന്നൊരു പുസ്തകം ഒറ്റ ദിവസം കൊണ്ട് വായിച്ച് മനസ്സിലാക്കാൻ സ്പൂൺ ഫീഡിങ് ചെയ്യേണ്ടുള്ള ബുക്കല്ല. അതും വളരെ സമയമെടുത്ത് വായിക്കാനും റിഫ്ലക്റ്റ് ചെയ്യാനും പ്രെയർ ചെയ്യാനും മെഡിറ്റേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ സത്യങ്ങൾ കണ്ടെത്താൻ. അതുപോലെ തന്നെയാണ് പ്രയർ വളരെ സമയമെടുത്ത് നമുക്ക് അതിൻ്റെ ഫലങ്ങൾ കണ്ടെത്താൻ പറ്റുള്ളൂ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവം ശക്തനാണ്, ദൈവം ബാധ്യസ്ഥനാണ്, ദൈവം അത് തരുകയും ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ സമയം ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിൻ്റെ ക്ലോക്കിൽ. ദൈവം ഭാവിയും പഴയ കാര്യങ്ങളും കണ്ട ആളാണ്. നിങ്ങൾ അതിലോട്ട് പോകുമ്പോൾ അതെന്താ സംഭവിക്കുന്ന ദൈവത്തിന് അറിയാം. അപ്പോൾ ചിലപ്പോൾ ദൈവം വെയിറ്റ് ചെയ്യാൻ പറയും, കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാൻ പറയും. നല്ലതാണെങ്കിൽ ചിലപ്പോൾ ദൈവം തരണമെന്നില്ല. നമ്മൾ പ്രാർത്ഥന ചിലപ്പോൾ സഫലമാവില്ല. അതാണ് സത്യം. പ്രാർത്ഥന ചിലപ്പോൾ സഫലമാവില്ല, ചിലപ്പോൾ വളരെ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് ഇന്ന് സന്തോഷിക്കാൻ ദൈവം പല കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ ജീവിച്ചിരുന്നതിന് നമുക്ക് നന്ദിയായിട്ട്, ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമുക്ക് ദിവസം പറയാൻ നമുക്ക് പറ്റും. അതിനാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ദൈവമേ, ഇത്തരം കാര്യങ്ങൾ ദൈവം എനിക്ക് ചെയ്തു തന്നല്ലോ, ദൈവത്തിന് നന്ദി. അത് കേൾക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ ദൈവത്തിൻ്റെ രാജ്യം, നല്ലൊരു ലോകം നമ്മളിപ്പോൾ അറിയുന്നുണ്ട്. എന്തായാലും ഈ ലോകത്തുള്ള പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ട്. നിനക്കൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യം. അതൊരു മതമല്ല ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ജസ്റ്റിസ് നടപ്പാക്കുന്നൊരു കാലം മാറണം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ഒരു ലോകം വരാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ജസ്റ്റിസ്, ഒരു മതമോ ജാതി വ്യത്യാസമില്ലാതെ ദൈവം നടത്തുന്ന ജസ്റ്റിസ്. അതെന്തായാലും ഒരു ജസ്റ്റിസേ ഉണ്ടാവുള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളത് ഒരു ജസ്റ്റിസേ ഉണ്ടല്ലോ. ആ ജസ്റ്റിസ് നടക്കട്ടെ, അത് നടക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിൻ്റെ രാജ്യനീതി അന്വേഷിപ്പിക്കുന്നതാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രശ്നങ്ങൾ